Today we are going to discuss second part of module 5 of the subject Energy Conservation and Management. We have already discussed syllabus, and today in this presentation we are going to discuss energy audit types, report and instrument used. First of all, we start with the type of energy audit. The energy audit is designed according to following three factors: function and type of industry, depth to which final audit is needed, potential and magnitude of cost reduction desired. ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എനർജി ഓഡിറ്റ് ഏത് ടൈപ്പ് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ആക്ച്വലി മൂന്ന് ടൈപ്പിലാണ് എനർജി ഓഡിറ്റ് ഉള്ളത്. നമുക്ക് ശരിക്കും പഠിക്കാനുള്ള രണ്ട് ടൈപ്പാണ്. ഒന്ന് പ്രിലിമിനറി ഓഡിറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡീറ്റെയിൽഡ് ഓഡിറ്റ്. ഇതിൻ്റെ ഇടയിലായിട്ട് ജനറൽ ഓഡിറ്റ് ഉണ്ട്. പ്രിലിമിനറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വൺ ടൈം വിസിറ്റോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് പ്രിലിമിനറി ഓഡിറ്റ് റിപ്പോർട്ട്. എന്നാൽ ഡീറ്റെയിൽഡ് ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ഓഡിറ്റ് റിപ്പോർട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ച് പീരീഡിലെ ഡാറ്റ ഓരോ മെഷീൻസിലും മൈക്രോ ലെവലിൽ സ്റ്റഡി ചെയ്തിട്ട് നല്ല രീതിയിൽ എനർജി കൺസർവേഷനും അതുപോലെ കോസ്റ്റ് റിഡക്ഷനും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് എനർജി ഓഡിറ്റ്. അഥവാ ഡീറ്റെയിൽഡ് ആണ്, കുറച്ച് നല്ലോണം ടൈം വേണ്ടത്. അങ്ങനെയുള്ള ഓഡിറ്റിനാണ് കോംപ്രഹെൻസീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഓഡിറ്റാണ് ജനറൽ ഓഡിറ്റ് അതല്ലെങ്കിൽ മീഡിയം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ ഓഡിറ്റ് സാധാരണ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രീസിലാണ് യൂസ് ചെയ്യുന്നത്, കമേഴ്ഷ്യൽ പ്ലാന്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. അത് വളരെ വൈഡായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. നമ്മളിപ്പോൾ പ്രിലിമിനറി ഓഡിറ്റിനെ കുറിച്ച് പറയാം. പ്രിലിമിനറി ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വൺ ടൈം വിസിറ്റിൽ കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് ഒബ്സർവ് ചെയ്യാം. അഥവാ ആദ്യമായിട്ട് എനർജി കൺസംഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഇൻഡസ്ട്രീസിൽ എവിടെയൊക്കെയാണ് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതാണ് ആദ്യത്തേത്. സെക്കൻഡ് സ്റ്റേജ് എസ്റ്റിമേറ്റ് സ്കോപ്പ് ഓഫ് സേവിങ്. നമ്മളിപ്പോൾ ഒരു പ്ലാന്റിൽ റാൻഡമായിട്ടൊരു ലൈനോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലൈൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ എനർജി സേവ് ചെയ്യാം. ആ സേവിങ്സിൻ്റെ എസ്റ്റിമേഷനാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. തേർഡ് വൺ ഐഡൻറ്റിഫൈ മോസ്റ്റ് ലൈക്ലി. ആക്ച്വലി മൂന്നാമത്തെ നാലാമത്തെ ഒന്നിച്ച് പറയണം. മോസ്റ്റ് ലൈക്ലി ആൻഡ് ഇമ്മീഡിയറ്റ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഏതെങ്കിലും വർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ മോസ്റ്റ് ലൈക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നല്ല രീതിയിൽ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നതുണ്ടോ. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ സെറ്റ് റെഫറൻസ് പോയിൻറ്റ്. എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് വേണം. നമ്മൾ ഇത്രയും എനർജിയുടെ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഇത്രയും മിനിമൈസ് ചെയ്ത് ഇത്ര പോയിന്റിലേക്ക് എത്തിക്കും. അഥവാ ഒരു റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് നമുക്ക് ആവശ്യമുണ്ട്, അത് നമ്മൾ സെറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫൈ ഏരിയ ഫോർ മോർ ഡീറ്റെയിൽ സ്റ്റഡി ഓർ മെഷർമെൻറ്റ്. നമുക്കിപ്പോൾ എക്യുപ്മെൻറ്റ് കാണുമ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും ഒരു എക്യുപ്മെൻറ്റിലും തോന്നും. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ എനർജി ലോസ് ആവുന്നുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമുക്ക് സ്റ്റഡി ചെയ്യാം. അവിടെ ഡീറ്റെയിൽഡ് ഓഡിറ്റിംഗ് നടത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ എനർജി സേവ് ചെയ്യാം. അങ്ങനത്തെ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രിലിമിനറി എനർജി ഓഡിറ്റ് യൂസസ് എക്സിസ്റ്റിംഗ് ഓർ ഈസിലി ഒബ്റ്റൈൻഡ് ഡാറ്റ. രണ്ട് വിധത്തിൽ നമുക്ക് പ്രിലിമിനറി ഓഡിറ്റിന് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യാം. ഒന്നിക്കൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ, പ്രീ ഹിസ്റ്ററി വെച്ചിട്ട് ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് വർക്കിംഗ് എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലായിട്ട് വരുന്നത് എത്രയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ റിപ്പോർട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ടെസ്റ്റ് നടത്തിയിട്ട് ഒരു പ്ലാന്റിൽ പ്രൊഡക്ഷൻ ടെസ്റ്റ് നടത്തിയിട്ട് ആ റാൻഡമായിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് പ്രിലിമിനറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി പറയുന്നത് ഡീറ്റെയിൽഡ് എനർജി റിപ്പോർട്ടാണ്. ഇതിന് വേറൊരു പേരാണ് കോംപ്രഹെൻസീവ് റിപ്പോർട്ട്. ഒരു കോംപ്രഹെൻസീവ് റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എല്ലാ ഏരിയാസും ഇവാലുവേറ്റ് ഓൾ മേജർ എനർജി യൂസിങ് സിസ്റ്റംസ്. ഒരു ഇൻഡസ്ട്രീസിലെ എല്ലാ ഏരിയാസും കൺസിഡർ ചെയ്യണം. കാരണം എയർ കംപ്രസേഴ്സ് ഉണ്ടാവും, ഫാൻസ് ഉണ്ടാവും, റെഫ്രിജറേറ്റേഴ്സ് ഉണ്ടാവും, DG സെറ്റ്സ് ഉണ്ടാവും. അങ്ങനെ പല പല എക്യുപ്മെൻറ്റ്സ് ഒരു ഇൻഡസ്ട്രീസിൽ ഉണ്ടാവും. ഓരോ എക്യുപ്മെൻറ്റും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള എനർജി സേവിങ് മെത്തേഡ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റായിട്ട് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊജക്റ്റിലും ചെയ്യുന്നതുകൊണ്ട് തന്നെ അക്കൗണ്ട്സ് വളരെ കൃത്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എനർജി സേവ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് റിഡക്ഷൻ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഏറ്റവും കീ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് എനർജി ബാലൻസിങ് ആണ്. അഥവാ എത്ര എനർജി ഇൻപുട്ട് കൊടുക്കുന്നോ അത്രയും എനർജി ഔട്ട്പുട്ട് മാക്സിമം എഫിഷ്യൻസി നമുക്ക് ഒക്കെയർ ചെയ്യാൻ പറ്റും ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ. ആൻഡ് ഇതിനെ നമുക്ക് പല വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ട് ഇതിനെ സ്റ്റെപ്സ് വെച്ചിട്ട്, ഫേസ് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ phase 1, സെക്കൻഡ് സ്റ്റെപ്പ് phase 2, തേർഡ് സ്റ്റെപ്പ് phase 3. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രീ ഓഡിറ്റ് ഫേസ് ആണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഓഡിറ്റ് ഫേസ് ആണ്. മൂന്നാമത്തേത്
പോസ്റ്റ് ഓഡിറ്റ് ഫേസ് ആണ്. പ്രീ ഓഡിറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡസ്ട്രീസിലേക്ക് നമ്മളുടെ ഒരു പ്രതിനിധി പോകുന്നതും അവിടെ ചെക്ക് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനീഷ്യൽ ചെക്കിംഗ് ആണ് ആക്ച്വലി പ്രീ ഓഡിറ്റ് ഫേസ് എന്ന് പറയുന്നത്. ഓഡിറ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ എക്യുപ്മെൻറ്റും നല്ല രീതിയിൽ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്തെല്ലാം എവിടെ എനർജി സേവ് ചെയ്യാം എന്നുള്ളതൊക്കെ റെഡിയായി അനലൈസ് ചെയ്ത് ഡാറ്റ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓഡിറ്റ് ഫേസ്. പോസ്റ്റ് ഓഡിറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ഡാറ്റ മുഴുവൻ റിപ്പോർട്ടാക്കണം. അഥവാ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫേസാണ് പോസ്റ്റ് ഓഡിറ്റ് ഫേസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഫേസ് 1 പോകാം. പ്രീ ഓഡിറ്റ് ഫേസിലേക്ക് വരാം. ഇതൊരു ഇനീഷ്യൽ സ്റ്റഡിയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഇനീഷ്യൽ സൈറ്റ് വിസിറ്റ് ഉണ്ടാവും. 1 day വിസിറ്റ് ആയിരിക്കും പ്രോബബ്ലി ഉണ്ടാവുക. ആ സമയത്ത് എൻജിനീയേഴ്സ് അഥവാ ഈ എനർജി ഓഡിറ്റർ പോയിട്ട് എടുക്കേണ്ട കുറച്ച് ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡിസ്കസ് വിത്ത് സൈറ്റ് സീനിയർ മാനേജ്മെൻറ്റ് ദ എയിം ഓഫ് ദ എനർജി ഓഡിറ്റ്. അവരോട് നമ്മൾ ഈ എനർജി ഓഡിറ്റ് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ എയിംസും കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ ഇൻഡസ്ട്രീസിൽ എക്കണോമിക് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, അത് ഈ എനർജി ഓഡിറ്റിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ എനർജി സേവിങ്സ് ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാം, അതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. അനലൈസ് ദ മേജർ എനർജി കൺസംപ്ഷൻ ഡാറ്റ വിത്ത് റിലവൻറ്റ് പേഴ്സണൽ. എല്ലാവരോടും എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാ ഏരിയാസും എല്ലാവർക്കും അറിയണമെന്നില്ല. ടെക്നിക്കൽ പേഴ്സണോട് ടെക്നിക്കൽ ഏരിയ പറയണം, മാനേജ്മെൻറ്റ് പേഴ്സണോട് മാനേജ്മെൻറ്റ് ഏരിയ പറയണം, ഫ്ലോർ പേഴ്സണോട് ഫ്ലോർ ഏരിയ പറയണം. അങ്ങനെ ഓരോ സ്ഥലത്ത് ഡ്രാഫ്റ്റ്സ്മാനോട് വലിയൊരു ടെക്നിക്കൽ സ്കില്ലൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അനലൈസ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ആളോട് റിലവൻറ്റ് ഡാറ്റ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഒരു ഇൻഡസ്ട്രീസിൻ്റെ ലേ ഔട്ട് അഥവാ ഇൻഡസ്ട്രീസിൻ്റെ എല്ലാ ഡ്രോയിങ്സും നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ കളക്ട് ചെയ്യണം. അതിൽ പൈപ്പിംഗ് സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ലേ ഔട്ട് അഥവാ ഇൻഡസ്ട്രിയിൽ എക്യുപ്മെൻറ്റ്സ് എവിടെ വെച്ചിട്ടുള്ളതെന്നുള്ളൊരു ലേ ഔട്ട് ആവാം. അതുപോലെ മെറ്റീരിയൽ ഹാൻഡ്ലിങ് എങ്ങനെയാണെന്ന് ആലോചിക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ എനർജി അല്ലെങ്കിൽ ബാക്കിയുള്ള ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ ബാക്കിയുള്ള എനർജി റിക്വയർമെൻറ്റ് അഥവാ യൂട്ടിലൈസേഷൻ എങ്ങനെയാണെന്നുള്ള എല്ലാ ഡാറ്റയും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ ഏരിയാസും ഈ ഇനീഷ്യൽ വിസിറ്റിൽ ദ ഓഡിറ്റർ വിൽ കവർ. പോയി നടന്നിട്ട് തന്നെ എല്ലാ ഏരിയാസും ഇൻഡസ്ട്രീസിൽ ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ ഈ വിസിറ്റിൻ്റെ മെയിൻ എയിം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കാര്യം നമുക്ക് എനർജി ഓഡിറ്റ് ടീം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം ഒരു ഇൻഡസ്ട്രീസിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരായിരിക്കണം എനർജി ഓഡിറ്റ് ടീമിൽ വേണ്ടത്. അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എനർജി കൺസംഷൻ ഏരിയ. എവിടെയൊക്കെയാണ് എനർജി ഒരു പ്ലാന്റിൽ കൺസ്യൂം ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡാറ്റ എടുക്കണം. നല്ല രീതിയിൽ എനർജി ഉണ്ടാകുന്നതനുസരിച്ച് അത് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. എയർ സിസ്റ്റം ഉണ്ട്, റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ എയിം. ആൻഡ് തേർഡ് വൺ, ഇപ്പോൾ ഉള്ള എക്യുപ്മെൻറ്റ് എല്ലാം പ്രോപ്പറാണോ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഓൾട്രേഷൻ മീറ്ററിംഗ് എല്ലാം മാറ്റാനുണ്ടോ, കാലിബ്രേഷൻ ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു എയിമും കൂടി ഇനീഷ്യൽ വിസിറ്റിനുണ്ട്. പിന്നെ ഓരോ മീറ്ററിൻ്റെയും ഇൻസ്റ്റാളിങ് എല്ലാ മീറ്ററും നല്ല രീതിയിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം നമ്മുടെ മീറ്റിങ്ങിന് മുമ്പായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് ഇനീഷ്യൽ വിസിറ്റിൽ സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് ഓഡിറ്റിൻ്റെ ഈ കാലിബ്രേഷനാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇൻസ്ട്രുമെൻറ്റും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു, അതിനെ എല്ലാം കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇനീഷ്യൽ ഇൻസ്പെക്ഷനിൽ മനസ്സിലാവണം. അതുപോലെ ഒരു ഓഡിറ്റിന് വേണ്ട ടൈം ഫ്രെയിം, ഇന്ന ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന ദിവസം കൊണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ടൈം ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം. അഥവാ പ്ലാനിങ് വളരെ കറക്റ്റായിരിക്കണം. പിന്നെ എനർജി റിസോഴ്സസും കൺസംഷൻ സെൻറ്റേഴ്സും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ ഈ മീറ്റിങ്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാവരോടും, സീനിയർ സയൻറ്റിസ്റ്റിനോട് മാത്രമല്ല ആ പ്ലാന്റിലെ എല്ലാവരെയും നല്ല രീതിയിൽ ബോധവൽക്കരിക്കാൻ ഈ ഓഡിറ്റ് ടീമിന് സാധിക്കണം. ആൻഡ് സെക്കൻഡ് ഫേസ്, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനീഷ്യൽ വിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് പോകാം. ഈ കോംപ്രഹെൻസീവ് ഓഡിറ്റിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു വിഭാഗമാണ് ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റ് ആക്ടിവിറ്റി അഥവാ സെക്കൻഡ് ഫേസ്. ഈ സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിപ്പോർട്ട് ഉണ്ടാക്കുക മാത്രമേ മൂന്നാമത്തെ ഫേസിലുള്ളൂ. ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. ഓരോ സ്ഥലത്തും എനർജി എങ്ങനെയൊക്കെയാണ് കൺസ്യൂം ചെയ്യുന്നത്, മെറ്റീരിയൽസ് എങ്ങനെയൊക്കെയാണ് കൺസ്യൂം ചെയ്യുന്നത്, അതിൻ്റെ എല്ലാ ഡാറ്റാസും നമ്മൾ അനലൈസ് ചെയ്യുന്നൊരു സ്റ്റേജാണ് ഇത്.
അതുപോലെ നമ്മളെ പ്ലാനിൽ നടക്കുന്ന ഓരോ ഓപ്പറേഷൻസും കറക്റ്റായിട്ടുള്ള ടൈമിലാണോ കറക്റ്റായിട്ടാണോ എങ്ങനെയൊക്കെയാണ് നോക്കുന്നതെന്നുള്ളതിൻ്റെ എല്ലാം തന്നെ സ്റ്റേജാണ് ഇത്. ഇവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ട് തന്നെ നോക്കും. കാരണം ഇൻഡസ്ട്രീസിനെ ഒരു ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് എപ്പോൾ വേണമെങ്കിൽ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ ചെയ്തു നോക്കാം. ഇതിൻ്റെ അകത്ത് എനർജി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എനർജി ഇൻപുട്ട് ആൻഡ് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ആൻഡ് മേജർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ മേജർ പ്രോസസ്സിംഗ് ഫങ്ഷൻ ആൻഡ് എഫിഷ്യൻസി. ഇതെല്ലാം തന്നെ ഓരോ സ്റ്റേജിൽ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ മെഷീൻസും വളരെ പ്രോപ്പറായിട്ട് ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പം ഒരു റൂം നമ്മളിപ്പോൾ ഒരു എക്യുപ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബൾബ്, ഫാൻ, അതുപോലെ തന്നെ എ സി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എ സി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ഡിസ്ട്രിബ്യൂട്ടായിട്ട് എത്ര എനർജി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓരോ സ്റ്റേജിൽ നമ്മൾ അനലൈസ് ചെയ്യും. ഈ എഫിഷ്യൻസീസ് കുറവാണെങ്കിൽ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? ഇൻ കേസ് 80% എന്ന് പറയുന്നത് നല്ലൊരു എഫിഷ്യൻസിയാണ്. അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യണം. അല്ലാത്ത പല സ്ഥലത്തും എഫിഷ്യൻസി മെഷീൻസിൻ്റെ കേസിൽ 35 to 50 റേഞ്ചിലാണ് ഉണ്ടാവുക. അതെല്ലാം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അനലൈസ് ചെയ്യണം. ഏതെങ്കിലും എക്യുപ്മെൻറ്റ് റീപ്ലേസ് ചെയ്യാനുണ്ടെങ്കിൽ ആ എക്യുപ്മെൻറ്റ്സ് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ലോങ് റണ്ണ് നല്ലതെന്നുള്ള കൺക്ലൂഷൻസും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഇതൊരു എനർജി ടീമാണ്, അഥവാ എനർജി ഓഡിറ്റ് ടീമാണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് ആ ടീമിൻ്റെ കൂടെ തന്നെ കോപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാ എംപ്ലോയീസും ഉണ്ടാവും. അത് നല്ല പ്രോപ്പറായിട്ട് നടക്കുന്നൊരു വർക്കിംഗ് ആണ്. പിന്നെ ദ എനർജി ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് കൺക്ലൂഡ് വിത്ത് സ്പെസിഫിക് റെക്കമെൻഡേഷൻസ്. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞാൽ ഓഡിറ്റിൻ്റെ അവസാനം എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് വേണം. എനർജി സേവ് ചെയ്യാനോ അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനോ ഉള്ള റെക്കമെൻഡേഷൻ മാൻഡറ്ററി ആണ്. കാരണം ഇത്രയും ദിവസം വർക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പെക്റ്റേഷൻസ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് റിപ്പോർട്ടിൽ നല്ല രീതിയിൽ റെക്കമെൻഡേഷൻസ് മെൻഷൻ ചെയ്തിരിക്കണം. ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് അഥവാ ഡീറ്റെയിൽഡ് ഓഡിറ്റ് ഫേസിൽ നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെ ഇൻഫർമേഷൻസാണ് കളക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എനർജി കൺസംഷൻ ആൻഡ് ടൈപ്പ് ഓഫ് എനർജി ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ മേജർ ഐറ്റംസ്. ഓരോ സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ എനർജി കൺസംഷൻ ക്ലാസിഫൈ ചെയ്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും അനാലിസിസ് ഉണ്ടാക്കണം. അവിടെ എവിടെയെങ്കിലും എനർജി ലോസ് ആവുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ലോസ് ആവുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ റെക്കമെൻഡേഷൻ വേണം എന്നുള്ളത് ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് മെറ്റീരിയൽ ബാലൻസ് ഡാറ്റ. അഥവാ നമ്മൾ റോ മെറ്റീരിയലും ഉണ്ടാവും, ഫിനിഷ്ഡ് ഗുഡും ഉണ്ടാവും, അതുപോലെ വേസ്റ്റും ഉണ്ടാവും. അതെല്ലാം തന്നെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? ആക്ച്വലി വേസ്റ്റ് വളരെ മിനിമം ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മെറ്റീരിയൽസിൻ്റെ മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡക്റ്റിലായിട്ട് കിട്ടാൻ സാധിക്കണം. അല്ലെങ്കിൽ ബൈ പ്രൊഡക്ട്സ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഇതിൻ്റെ അകത്ത് നമ്മൾ അനലൈസ് ചെയ്യണം. അതുപോലെ നെക്സ്റ്റാണ് എനർജി കോസ്റ്റ് ആൻഡ് താരിഫ് ഡാറ്റ. കാരണം ഇലക്ട്രിസിറ്റിയാണ് മോസ്റ്റ് എക്യുപ്മെൻറ്റിനെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി താരിഫ് നമ്മൾ ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ആ താരിഫ് എല്ലാം വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്യണം. ഓരോ എക്യുപ്മെൻറ്റിലും എത്ര എനർജി കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, അതിനകത്ത് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളതെല്ലാം ഈ ഫേസിൽ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വേണ്ടത് ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽ ഫ്ലോ ഡയഗ്രാം അല്ലെങ്കിൽ പ്രോസസ് ഫ്ലോ ഡയഗ്രാം. ഈ രണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. ചില കണ്ടീഷനിൽ ലോങ് ആയിട്ട് ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ കുറേ അകലെയാണ് അടുത്ത മെഷീൻ എങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ മൂവ്മെൻറ്റിന് കുറേ ടൈമും എടുക്കും, കൂടാണ്ട് കോസ്റ്റും ഉണ്ടാവും. അതുപോലെ നമ്മൾ പ്രൊഡക്ഷൻ റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വിധത്തിലാണോ ലേ ഔട്ട്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് വേണോ എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് പ്രോസസ് ഫ്ലോ ഡയഗ്രവും മെറ്റീരിയൽ ഫ്ലോ ഡയഗ്രവും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അവൈലബിൾ ആണെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സൈറ്റ് സർവീസ് ആയിട്ടുള്ള എയർ കംപ്രസർ അഥവാ കംപ്രസ്ഡ് എയറിൻ്റെയും സ്റ്റീമിൻ്റെയും അവൈലബിലിറ്റിയാണ്. അതെങ്ങനെയൊക്കെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? സ്റ്റീം പ്ലാന്റ് ഉണ്ടോ, അല്ല വല്ല ചെറിയ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണോ സ്റ്റീം ഉണ്ടാക്കുന്നത്, അതെല്ലാം നല്ല രീതിയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. അതുപോലെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അഥവാ ഇതൊരു പൈപ്പിംഗ് ആയിരിക്കും. ആ പൈപ്പിംഗ് എവിടെ മുതൽ എവിടം വരെ എങ്ങനെയൊക്കെയാണ്, എത്ര ബെൻഡ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ കളക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിനകത്തെല്ലാം വരുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന അഥവാ നമ്മളെ ചില കമ്പനികൾ സെൽഫായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അതായത് ഡീസൽ പവർ പ്ലാന്റ്സൊക്കെ ചില ഇൻഡസ്ട്രീസിൽ സർവ്വസാധാരണമായിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും 99% നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി
KSEB പോലുള്ള പുറത്തുനിന്നുള്ള ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. അന്നേരം എങ്ങനെയാണ് നമ്മളുടെ എനർജി സപ്ലൈ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. പലപ്പോഴും കറണ്ട് കട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസ് ഓഫ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീസൽ പവർ പ്ലാന്റ്സ് ഒരു ഇൻഡസ്ട്രീസിലെല്ലാം ഉണ്ടാക്കുന്നത്. അഥവാ സെൽഫ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഡീസൽ പവർ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ എവിടെയെങ്കിലും ഫ്യൂവൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ടോ, എക്സിസ്റ്റിംഗ് ആയിട്ട് ഫ്യൂവൽ യൂസ് ചെയ്യുന്നുണ്ടാവും പല മെഷീൻസിലും. ആ ഫ്യൂവൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഡാറ്റാസ് എല്ലാം തന്നെ കളക്ട് ചെയ്യും. അതുപോലെ എനർജി മാനേജ്മെൻറ്റ് പ്രൊസീജിയർ ആൻഡ് എനർജി അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാം വിതിൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഓരോ എംപ്ലോയീസും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ ഇതിൻ്റെ അത് കളക്ട് ചെയ്യും. അഥവാ ഇൻഡസ്ട്രീസ് എനർജി കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അഥവാ എനർജി മാനേജ്മെൻറ്റിന് വേണ്ട ക്ലാസ്സുകളോ അല്ലെങ്കിൽ അതിൻ്റെ അവയർനെസ് ക്യാമ്പുകളോ എന്തെങ്കിലും ഇൻഡസ്ട്രീസിൽ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനർജി ഓഡിറ്റ് ടീം. ഒരു എനർജി ഓഡിറ്റ് ടീം ഇൻഡസ്ട്രീസിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. കാരണം ഓഡിറ്റ് ചെയ്യുന്ന ആൾക്ക് എല്ലാ ഏരിയയെക്കുറിച്ചും നല്ല വിവരം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമിനെയാണ് ഒരു എനർജി ഓഡിറ്റ് ടീമായിട്ട് സെറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് എല്ലാ ഏരിയസും വേണം. മെയിനായിട്ട് ടെക്നിക്കൽ ഏരിയ ഉണ്ടാവണം, സേഫ്റ്റി ഉണ്ടാവണം, അക്കൗണ്ടൻസി ഉണ്ടാവണം, മാനേജ്മെൻറ്റ് ആസ്പെക്ട്സ് അറിയുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് 3 ഏരിയയിലുള്ള ആൾക്കാരെ ആണ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്യാറ്. നോർമലി ഫസ്റ്റ് ഏരിയ ടെക്നിക്കൽ മാൻ പവർ ആയിരിക്കും. ടെക്നിക്കൽ മാൻ പവർ എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, അങ്ങനെയുള്ള എല്ലാവരും തന്നെ ടെക്നിക്കൽ മാൻ പവറാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് ഇതിനകത്ത് എടുക്കാം. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ. സോ ഒരു വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ സൂപ്പർവൈസേഴ്സിനെയാണ് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് നമ്മൾ ഇതിനകത്ത് എടുക്കുക. സൂപ്പർവൈസേഴ്സിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് പറയുകയില്ല. അതുകൊണ്ട് തന്നെ അവരെ കൂടെ തന്നെ ഡ്രാഫ്റ്റ്സ്മാൻസിനെയും ഈ ഓഡിറ്റ് ടീമിലേക്ക് നമ്മൾ മെമ്പറായിട്ട് ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് പേഴ്സണൽസ്. അത് മിക്കവാറും അക്കൗണ്ടൻസി അഥവാ എക്കണോമിക് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഈ മൂന്നാമത്തെ വ്യക്തി ഓഡിറ്റ് പേഴ്സണൽ എന്ന് പറയുന്നത്. ഇവരെല്ലാവരും കൂടാതെ ഇവർക്കെല്ലാവരും ടീം ലീഡർ ഉണ്ടാവും. അയാൾ എനർജി മാനേജറായിരിക്കും. ആ എനർജി മാനേജർ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ടെക്നിക്കൽ സ്കില്ലുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ മാനേജ്മെൻറ്റ് ആസ്പെക്ട്സും എക്കണോമിയും എല്ലാം തന്നെ നല്ല രീതിയിൽ ചിന്തിക്കാനും അതിനനുസരിച്ച് മാറ്റാനും മറിക്കാനും എല്ലാം കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇതിൻ്റെ ടീം ലീഡർ അഥവാ എനർജി മാനേജർ. നിങ്ങൾക്കൊരു ഡയഗ്രാം കാണാൻ പറ്റും. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ടീം ലീഡറായിട്ട് എനർജി മാനേജറാണ്. ഈക്വൽ സ്ഥാനമാണ് ടെക്നിക്കൽ മാൻ പവറിന്, ഫ്ലോർ മാനേജർ, സൂപ്പർവൈസർ, അതുപോലെ ഓഡിറ്റ് പേഴ്സണൽ. ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ എനർജി ഓഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫേസാണ് എനർജി ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഈ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുക ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് നല്ല രീതിയിൽ റിപ്പോർട്ട് ഫോർമാറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു റിപ്പോർട്ട് ഫോർമാറ്റാണ് നിങ്ങൾ കാണുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രീസിൻ്റെ പേര് വേണം. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും വേണം. ഈ കമ്പനീനെ കുറിച്ചുള്ള അക്നോളജ്മെൻറ്റ്, എക്സിക്യൂട്ടീവ് സമ്മറി എന്തൊക്കെയാണ്, പിന്നെ പ്ലാന്റിൻ്റെ ഇൻട്രൊഡക്ഷൻ വേണം, അതുപോലെ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ വേണം, എനർജി യൂട്ടിലിറ്റി എങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഇലക്ട്രിസിറ്റി, സ്റ്റീം, വാട്ടർ, അങ്ങനെ എല്ലാം തന്നെ നല്ല രീതിയിൽ ബ്രീഫായിട്ട് നല്ല പറയാൻ പറ്റണം. അതുപോലെ നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പോൾ ഡീറ്റെയിൽഡ് പ്രോസസ് ഫ്ലോ ഡയഗ്രാം, എനർജി ആൻഡ് മെറ്റീരിയൽ ബാലൻസ്, അതുപോലെ എനർജി എഫിഷ്യൻസി ഇൻ യൂട്ടിലിറ്റി ആൻഡ് പ്രോസസ് സിസ്റ്റം, എനർജി കൺസർവേഷൻ ഓപ്ഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ 6ാമത്തെ പോയിൻ്റാണ് എനർജി ഓഡിറ്റിൻ്റെ ഫൈനലായിട്ട് നമ്മളെല്ലാവരും നോക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഓഡിറ്റിൻ്റെ ഫൈനൽ കൺക്ലൂഷൻസ് ആണ് ഈ 6ാമത്തെ എനർജി കൺസർവേഷൻ ഓപ്ഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസിൽ വരിക. അതുപോലെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഓരോ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. ആ അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം തന്നെ റിപ്പോർട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതും റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യും വേണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എനർജി ഓഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഒരു ഇൻഡസ്ട്രിയിൽ പല വിധത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു ഇൻഡസ്ട്രീസിൽ പല വിധത്തിലെ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഓം മീറ്റർ, അങ്ങനെയുള്ള പവർ ഫാക്ടർ മീറ്റർ, അങ്ങനെ ഏതാണോ നമുക്ക് ഇലക്ട്രിക്കലായിട്ട് മെഷർ ചെയ്യേണ്ടത് അത് മെഷർ ചെയ്യാൻ ഒരു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തതാണ് കമ്പഷൻ അനലൈസർ. നമ്മളെ ഒരു എൻജിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെൻ്റ് എല്ലാം കമ്പസ്റ്റൻ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ എക്സോസ്റ്റ് ഗ്യാസാണ് ചെക്ക് ചെയ്യുക. എക്സോസ്റ്റ് ഗ്യാസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്, അതുപോലെ തന്നെ ഓക്സിജൻ, അതിൻ്റെ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കമ്പസ്റ്റൻ പ്രോപ്പറാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം.
പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി മോണിറ്റർ. നമ്മൾ ഇതേപോലെ തന്നെയാണ് ഡയറക്റ്റ് നമ്മൾ പുക പരിശോധനാ കേന്ദ്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മളിപ്പം ഒരു വണ്ടിയുടെയൊക്കെ പുക പരിശോധിക്കുന്നത് എക്സോസ്റ്റിൽ നമ്മളുടെ എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ്. അന്നേരം നമുക്ക് മോണിറ്ററിൽ കാണിക്കും എത്രയൊക്കെ പെർസെൻറ്റേജാണ് അതിൻ്റെ അകത്തുള്ള കാർബൺ മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയുള്ള വേറൊരാണ് അഥവാ ഹാൻഡ് ബ്ലോ പമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ് ഫയർ റേറ്റ്. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ചേഞ്ച് വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു എക്യുപ്മെൻ്റാണ്. ഇത് വെച്ചിട്ടും നമുക്ക് എനർജി ഓഡിറ്റ് ഇൻസ്ട്രുമെൻ്റായിട്ട് യൂസ് ചെയ്യാം. പിന്നെ തെർമോമീറ്റേഴ്സ് ഉണ്ട്. തെർമോമീറ്റേഴ്സ് കോണ്ടാക്ട് തെർമോമീറ്ററും ഉണ്ട്, അതേപോലെ നോൺ കോണ്ടാക്ട് ടൈപ്പും ഉണ്ട്. കോണ്ടാക്ട് തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് അഥവാ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് തെർമോമീറ്റർ, കോണ്ടാക്ട് ടൈപ്പ് തെർമോമീറ്റർ. അതേപോലെ വേറൊന്നാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. അത് കുറച്ച് അകലത്തിൽ നമുക്ക് ഹൈ ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ ഫിസിക്കലി നമുക്ക് അവിടെ പോയി ടച്ച് ചെയ്യാൻ പറ്റില്ല, എക്യുപ്മെൻറ്റിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ഉപയോഗിക്കുന്ന ഒരു തെർമോമീറ്ററാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. പിറ്റോ ട്യൂബും മാനോമീറ്ററും ആക്ച്വലി നമുക്ക് പ്രഷർ മെഷർമെൻറ്റിനും വെലോസിറ്റി മെഷർ ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്. വെലോസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ് പിറ്റോ ട്യൂബ്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, ഇതാണ് പിറ്റോ ട്യൂബ്. ഇപ്പുറത്തത് മാനോമീറ്ററാണ്. ഇൻക്ലൈൻഡ് മാനോമീറ്ററാണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന യൂട്യൂബ് മാനോമീറ്ററാണ്. അഥവാ മാനോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലിക്വിഡും മെർക്കുറിയാണ്. മെർക്കുറിയുടെ ഹൈറ്റ് ഡിഫറൻസ് വെച്ചിട്ടാണ് മാനോമീറ്ററിൽ പ്രഷർ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വാട്ടർ ഫ്ലോ മീറ്റർ. നമ്മളുടെ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ഓറിഫൈസ് മീറ്റർ, വെഞ്ചറി മീറ്റർ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെയുള്ള ഒരു മീറ്ററാണ് റോട്ടോമീറ്ററും കൂടി. ഫ്ലോ മെഷർ ചെയ്യാൻ ഏത് മീറ്ററും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അൾട്രാസോണിക് ടെസ്റ്റിംഗ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഫ്ലോ മെഷർ ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ എക്യുപ്മെൻറ്റ്സ് ദൂരെ നിന്ന് തന്നെ, ഇപ്പോൾ ഒരു മെഷീൻസിൽ ടച്ച് ചെയ്യാതെ ദൂരെ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ സ്പീഡ് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ടാക്കോമീറ്റർ. ടാക്കോമീറ്ററിൻ്റെ ടച്ച് ടൈപ്പും നോൺ ടച്ച് ടൈപ്പ് അഥവാ ഇൻഫ്രാറെഡ് ടൈപ്പ് ടാക്കോമീറ്ററും ഉണ്ട്. അത് കൂടാതെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എക്യുപ്മെൻ്റാണ് സ്ട്രോബോസ്കോപ്പ്. സ്ട്രോബോസ്കോപ്പ് സ്പീഡ് മെഷർ ചെയ്യുന്നൊരു എക്യുപ്മെൻ്റാണ്. സ്പീഡ് മെഷർ ചെയ്യൽ മാത്രമല്ല ഇമേജും കൂടി നമുക്ക് സ്ട്രോബോസ്കോപ്പിൽ കാണാൻ പറ്റും. പിന്നെ വരുന്ന ഒന്നാണ് ലീക്ക് ഡിറ്റക്ടർ. നോർമലി ലീക്ക് ഡിറ്റക്ടേഴ്സിന് യൂസ് ചെയ്യുന്നത് ഒരു അൾട്രാസോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. കാരണം ടച്ചിങ് വളരെ ബുദ്ധിമുട്ടാണ്. ലീക്ക് പൊതുവെ ഉണ്ടാകുന്നത് സൗണ്ട് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ എയർ കംപ്രസറൊക്കെ ആണെങ്കിൽ എയർ കംപ്രസറിന് എയർ ലീക്ക് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. നോയ്സി ആയിട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ സൗണ്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഏരിയാസിലാണ് മെയിനായിട്ട് അൾട്രാസോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വേറൊന്നാണ് ലെക്സ് മീറ്റർ. അഥവാ അത് ലൈറ്റിൻ്റെ ഇലൂമിനേഷൻ അഥവാ ലൈറ്റിൻ്റെ എത്ര ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ട് എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ലെക്സ് മീറ്റർ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, ലെക്സ് മീറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇത്രയും മെഷീൻസാണ് ആക്ച്വലി എനർജി ഓഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമുക്ക് മെയിനായിട്ട് ഒരു പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത്. താങ്ക് യു.